വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. കൊല്ലം മുതൽ കോട്ടയം വഴി എറണാകുളം ഭാഗത്തേക്ക് ട്രെയിൻ യാത്രാ ദുരിതത്തിനെതിരെ യാത്രക്കാർ ഫ്രണ്ട്സ് ഓൺ റെയിൽസിന്റെ നേതൃത്വത്തിലാണ് എറണാകുളം ടൗണിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ എറണാകുളത്ത് നിന്ന് ചേരുകയാണ്. ആജ്ഞ, ഏറെക്കാലമായുള്ള ആവശ്യമാണ് അവരുടെ യാത്രാ ദുരിതത്തിനൊരു പരിഹാരം കാണണമെന്നുള്ളത്. പക്ഷേ ഒരു നടപടിയിലേക്കും കാര്യങ്ങൾ എത്താത്തതുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണല്ലേ? ഏറെക്കാലമായി ആര്യ സൂചിപ്പിച്ചതുപോലെ ഏറെക്കാലമായുള്ള ഒരു ആവശ്യമാണ് കൊല്ലം മുതൽ കോട്ടയം വഴി എറണാകുളത്തേക്കുള്ള ഈ യാത്രാ ദുരിതം പരിഹരിക്കണം എന്നുള്ളത്. ഇപ്പോൾ തന്നെ പാലരുവി എക്സ്പ്രസിലാണ് ഈ യാത്രക്കാരൊക്കെ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 300-ഓളം ആളുകൾ പ്രൊട്ടസ്റ്റിന് തയ്യാറായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കാരണം ഈ ബോഗികൾ അനുവദിച്ചിരിക്കുന്നത് തന്നെ 14 ബോഗികളാണ് നിലവിലുള്ളത്. ഈ 14 ബോഗികളിൽ തന്നെ ഓഫീസിലേക്ക് വരേണ്ടുന്ന ആളുകളുണ്ട്. ഇതിന് ശേഷം 2 മണിക്കൂറിന് ശേഷമാണ് വേണാട് എക്സ്പ്രസ് വരുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഇതിനിടയ്ക്ക് ഒരു മെമ്മോ അനുവദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഈ യാത്രാ ദുരിതത്തിന് പരിഹാരമായി കാണാൻ ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സൂചനകൾ. മാത്രമല്ല, സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കൂടി ട്രെയിനിൽ ഉണ്ട്. കാരണം ഇത്രയും റഷാണ്. റഷിന്റെ ഇടയ്ക്ക് അവരുടെ അവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾ അവർക്ക് ഒരുപാട് മാനിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് സ്ത്രീകൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി ഒഴിവാക്കണം. ലേഡീസ് കമ്പാർട്ട്മെന്റ് തന്നെ വളരെ ചെറുതാണ്. ഈ വളരെ ചെറിയ ഒരു അന്തരീക്ഷത്തിൽ പോലും അവർക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. പലരും സ്ത്രീകൾ ഉൾപ്പെടെ പലരും ഡോറിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെന്ന സാഹചര്യമുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ യാത്രക്കാരോട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി, ഇവിടെ പ്രത്യേകിച്ച് സ്ത്രീകളുള്ള നിലയിൽ അനുഭവിക്കുന്നത് തിരക്കുകൾ തന്നെയാണ്. ഇപ്പൊ കുറേ ആയിട്ട് ലേഡീസിൽ സ്ഥിരം ആളുകൾ കുഴഞ്ഞു വീഴുകയും ശ്വാസം മുട്ടലും. കഴിഞ്ഞ ദിവസം ഗാർഡിന്റെ റൂമിൽ പോലും ഇരുത്തിയാണ് നമുക്ക് ആ കുട്ടിയെ ഒന്ന് റിലാക്സ് ആക്കി വിട്ടത്. അപ്പൊ ഭയങ്കര തിരക്ക് തന്നെയാണ്. നമുക്ക് നിൽക്കാനും ലേഡീസിലൊന്നും കയറാനേ പറ്റില്ല. വളരെ ചെറിയ ബോഗിയാണ് ലേഡീസിലുള്ളത്. പിന്നെ നമ്മൾ ജനറലിൽ കയറുമ്പോഴത്തേക്കും അവിടെയും ഭയങ്കര തിരക്കാണ്. അപ്പൊ ലേഡീസിന് നിൽക്കാനും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ പാലരുവിയിൽ കയറാൻ പറ്റിയില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് പിന്നെ അടുത്തത് വേണാടാണ്. വേണാടാണെങ്കിൽ 9:30 ഇടയ്ക്കാണ് വരുന്നത്. അതിന് വന്നാല് ചിലപ്പോൾ ലേറ്റ് ആകും. നമ്മൾ ഓഫീസിലെത്താൻ തന്നെ ഒത്തിരി ലേറ്റ് ആകും. ഇപ്പൊ സാലറി കട്ടാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ പാലരുവിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് നിന്ന് പോകാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് നിന്നെങ്കിലും പോരാ. നമുക്ക് ഇരിക്കണമെന്നല്ല, നമ്മൾക്ക് കറക്റ്റായിട്ട് നിന്ന് പോകാൻ. ഇത് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ പാലരുവിയിൽ കോച്ചസ് കുറച്ച് കൂട്ടുക, അതല്ല എങ്കിൽ ഈ വേണാടിനും പാലരുവിക്കും ഇടയ്ക്ക് ഒരു ട്രെയിൻ വരിക. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താ പറയാ ഓഫീസിലെത്തണം. നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളാണ്. റെയിൽവേ ഇതിന് നല്ലൊരു പരിഹാരം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇവർക്ക് നമ്മൾ കേട്ടതുപോലെ തന്നെ സ്ത്രീകളുടേതായ പ്രശ്നങ്ങളുണ്ട്. ഓഫീസിൽ ജോലി നോക്കുന്ന ആളുകളാണ്. അത് ഓഫീസിന്റെ റൂളുകളുണ്ട്. എല്ലാവരും സർക്കാർ ഓഫീസുകളിലെ ഫെമുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ട്രെയിനിനെ മാത്രം ആശ്രയിച്ച് വരുന്നവരാണ് പലരും. സോടി എത്തുന്ന സമയം ട്രെയിനിന് വീട്ടിലെ എല്ലാ ജോലിയൊക്കെ തീർത്തിട്ട് നമ്മൾ ഓടിപ്പിടിപ്പെടുത്ത ട്രെയിൻ ദിവസങ്ങളിൽ കയറാനേ പറ്റിയിട്ടില്ല പാലരുവിയിൽ. അതാണ് ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ആലോചിക്കുമ്പോൾ ഇത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ബോഗികളാണ്, കമ്പാർട്ട്മെന്റുകളാണ്. 2 ബോഗികൾ അധികം അനുവദിച്ചാൽ തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. 14 ബോഗികളാണ് ഇപ്പോൾ പാലരി എക്സ്പ്രസിനുള്ളത്. പാലരി വന്ന ശേഷം പിന്നീടുള്ളത് വേണാട് എക്സ്പ്രസ് ആണ്. വേണാട് എക്സ്പ്രസിന് പിന്നാലെ ഓടുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് സമയത്തിന് ഓഫീസിൽ എത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ലേഡീസ് കമ്പാർട്ട്മെന്റിലാണെങ്കിൽ തന്നെ നിന്ന് തിരിയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. എന്തായാലും കുറച്ചു നാളുകളായി ഈ യാത്രക്കാർ ഈ വലിയ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഈ വലിയ ദുരിതത്തിന്റെ പരിഹാരം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റുമായി ഇവർ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. എന്തായാലും 300-ലധികം യാത്രക്കാരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ആജ്ഞ, ഇതൊരു സൂചനാ പ്രതിഷേധം എന്ന നിലയ്ക്കാണോ അതോ നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാനാണോ തീരുമാനം?
മുൻപും ഇവർ ഇത്തരം സൂചനകൾ നൽകിയിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ തന്നെ അത്രയും കൺജസ്റ്റഡ് ആയ ബോഗികൾ ഉള്ളത് കൊണ്ട് തന്നെ 4-5 പേര് നിരന്തരം ബോധം കെട്ട് വീഴുന്ന സാഹചര്യമുണ്ട്. അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെയും ഇതിന് പരിഹാരം കാണാതെ ഇരിക്കുന്ന ഒരു റെയിൽവേയുടെ നടപടിക്കെതിരെ തന്നെ പ്രതിഷേധിക്കുകയാണ്. ഇത് പ്രൊട്ടസ്റ്റ് വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ പരിഹാരം കാണുന്നത് വരെയും തുടരുമെന്നാണ് പ്രതിഷേധക്കാർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇത്തരം സാഹചര്യത്തിന് പരിഹാരമുണ്ടാകണം എന്ന് തന്നെയാണ് യാത്രക്കാരുടെ ആവശ്യം. ഇത് നിരന്തരം അവർ നേരത്തെയും നമ്മൾ ഇത്തരം ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിരന്തരം ഇങ്ങനെ ഇതിനുമായി പരിഹാരമുണ്ടാക്കാത്ത ഒരു നിലപാടുമായി റെയിൽവേ പോകുന്നത് കൊണ്ട് തന്നെയാണ് യാത്രക്കാരുടെ ഈ ഒരു കൂട്ടായ്മ ഇങ്ങനത്തെ ഈ ഒരു പ്രൊട്ടസ്റ്റിലേക്ക് ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ യാത്രക്കാരോട് തന്നെ ചോദിക്കാൻ പറ്റും. അതായത് കോട്ടയം എറണാകുളം റൂട്ടിൽ അതികഠിനമായ യാത്രാക്ലേശമാണ് അനുഭവപ്പെടുന്നത്. കാരണം വേണാടിനും വന്ദേഭാരതിനും അല്ലെങ്കിൽ വേണാടിനും പാലരുവിക്കും ഇടയ്ക്കുള്ള 2 മണിക്കൂർ ഗ്യാപ്പാണ്. അപ്പം ആൾക്കാർ പാലരുവിയിലേക്ക് കയറേണ്ട അവസ്ഥ വരെയാണ് ഓഫീസ് സമയം പാലിക്കാൻ. വേണാട് സമയത്തുമ്പോൾ ഓഫീസിൽ എറണാകുളത്ത് എത്തുമ്പോൾ ഓഫീസ് സമയം അതിക്രമിച്ചിരിക്കും. അപ്പോൾ ഈ കണ്ട ആൾക്കാരെല്ലാം പാലരുവിയിലേക്ക് കയറുമ്പോൾ പാലരുവിയിൽ ആകെ 14 കോച്ചിൽ 11 നമുക്ക് ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട്. തിരുനെൽവേലി മുതലുള്ള ആൾക്കാർ അതിൽ വരുവാണ്. അപ്പം നമുക്ക് ഈ പിറവം അല്ലെ ഏറ്റുമാനൂർ കോട്ടയം മുതലേ വണ്ടി നിറയുകയാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് കയറാൻ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥ വരുവാണ്. എന്നിട്ടും അവർ ഇറങ്ങിയിട്ട് വീണ്ടും കയറുന്ന അവസ്ഥ. കാരണം ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത വണ്ടിയുള്ളൂ. അങ്ങനെ കയറുന്ന ആൾക്കാർ ഇന്ന് 3 പേര് ശ്വാസം ബോധം കെട്ട് ഇന്നിപ്പം ഡിസേബിൾഡ് തുറന്നു കൊടുത്തു. അവിടെയും പ്രശ്നം ഉണ്ടായിട്ട് ഒരാളെ ഗാർഡ് റൂമിലേക്ക് മാറ്റുന്ന അവസ്ഥയുണ്ടായി. അതൊക്കെ അവരൊരു റെയിൽവേ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു കരുണകൊണ്ടാണ് തുറന്നു തന്നത്. അവർക്ക് തുറന്നു തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കാര്യം അവർ കാണിച്ചുകൊണ്ട് അവരിപ്പം തൃപ്പൂണിത്തുറ ഞങ്ങൾ ഫസ്റ്റ് എയ്ഡ് അറേഞ്ച് ചെയ്തു. അവരെ ആംബുലൻസിൽ കൊണ്ടുപോയി. ഇതാണ് സ്ഥിരം നടക്കുന്നത്. അത് ഇപ്പൊ ഇവർ പറയുന്നത് എറണാകുളം കൺജഷനാണ്, വേറൊരു വണ്ടി അനുവദിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ കോട്ടയത്ത് 6 പ്ലാറ്റ്ഫോം നമുക്ക് പറയുന്നുണ്ട്. ഒരു ടെർമിനൽ സ്റ്റേഷനായി ഉയർത്താൻ പറ്റുന്ന എല്ലാ സൗകര്യവും കോട്ടയത്ത് ഉണ്ടായിട്ടാണ് ഇവിടെയുള്ള ഒരു വണ്ടി പോലും കോട്ടയം കൊച്ചുവേളി റൂട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാതെ എല്ലാ വണ്ടിയും എറണാകുളത്തെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടേ നിറച്ചിരിക്കുക. വൈകുന്നേരം പോകേണ്ട വണ്ടി പോലും രാവിലെ മുതൽ അവിടെ കിടക്കുക. എന്നിട്ട് പ്ലാറ്റ്ഫോം ഇല്ലെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? എന്നിട്ട് വേണാടിന് പ്ലാറ്റ്ഫോം ഇല്ലെന്നും പറഞ്ഞ് വേണാടിനെ സൗത്ത് ഒഴിവാക്കി. ഇപ്പം നിലവിൽ ആകെ സൗത്തിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന വേണാട് മാത്രമാണ്. അപ്പൊ 6:15 കോട്ടയത്ത് നിന്ന് പോരുന്ന മെമുവിന് ശേഷം ഒരു വണ്ടി സൗത്തിലേക്കില്ല. അപ്പൊ ആൾക്കാർ തൃപ്പൂണിത്തുറ ഇറങ്ങി മെട്രോ വഴി പോകണമെന്നാണ് ഇപ്പൊ റെയിൽവേ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ 2000 രൂപയാണ് കാർഡ് എടുക്കുന്ന ഒരാൾക്ക് പോലും തൃപ്പൂണിത്തുറ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ ഒരു മാസം ഒരു സ്റ്റേഷൻ കവർ ചെയ്യാൻ കൊടുക്കേണ്ടത്. നമുക്ക് സീസൺ കൊടുത്ത് 350-400 രൂപയ്ക്ക് കൊല്ലത്ത് ഒരു മാസം പോയി. എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. എറണാകുളത്ത് വലിയ പ്രതിഷേധം റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. യാത്രക്കാരെ സംബന്ധിച്ച് അവർ നിത്യേന അനുഭവിക്കുന്ന വലിയൊരു ദുരിതമാണ് ഈ കൃത്യസമയത്ത് അവർക്ക് ഓഫീസിൽ എത്താൻ തക്ക വിധത്തിൽ ട്രെയിനില്ല. ഉള്ള ട്രെയിനിലാകട്ടെ ആവശ്യത്തിന് കമ്പാർട്ട്മെന്റ് ഇല്ല എന്നുള്ള വലിയ പ്രശ്നം, വലിയ പ്രതിഷേധം അവർ ഉയർത്തുന്നു. വയനാടിന്റെ രക്ഷാകരങ്ങൾക്ക് ന്യൂസ് 18 യോഗ്യമാണോ എന്നറിയാൻ പരിശോധന. ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ദുരന്ത മേഖലയിലെത്തും. നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാൻ പ്രത്യേക ക്യാമ്പുകൾ നടക്കും. ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നത്. ഡാൻ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, മുണ്ടക്കയും ചൂരൽമലയും അതൊന്നായി ഉരുൾ കവർന്നെടുത്തതാണ്. അവിടെ ഇനി ജനവാസം യോഗ്യമാകുമോ എന്നുള്ള പരിശോധന നടക്കുന്നു. അതോടൊപ്പം നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുക എന്നുള്ളത് അതിജീവിതരെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനായി ഇന്ന് ക്യാമ്പ് ആരംഭിക്കുകയാണ്, അല്ലേ? ഹരിയ, ഔദ്യോഗികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ജനവാസ യോഗ്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിശദമായ പരിശോധന ദുരന്ത നിവാരണ അതോറിറ്റി ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ 2 പ്രദേശങ്ങളിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായി അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഇനി ആളുകൾ വീട് വെച്ച് താമസിക്കുന്ന ഒരു സാഹചര്യം അത് അവർക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയുന്നതല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉള്ളതുമായി കണ്ടുകിട്ടിയ സാധനങ്ങളുമായി ചെറിയ വാഹനങ്ങളിലും വലിയ വാഹനങ്ങളിലുമൊക്കെ നാടയെ വിട്ടു പോകുന്ന കാര്യമായിരുന്നു തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ആ ഒരു പ്രദേശം പുത്തുമലയ്ക്ക് അടുത്താണ് ചൂരൽമലയും അതോടൊപ്പം തന്നെ മുണ്ടക്കയും ഒക്കെ. അതുകൊണ്ട് ഈ ഒരു പ്രദേശങ്ങളിൽ ഇനി വീട് വെക്കുന്നത് എത്ര കണ്ട് സുരക്ഷിതമാണ്, ആളുകൾ താമസിക്കുന്നത് എത്ര കണ്ട് സുരക്ഷിതമാണ് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇങ്ങനെയൊരു പരിശോധന നടക്കുന്നത്. 6 അംഗ സംഘമായിരിക്കും പരിശോധന നടത്തുക. അതോടൊപ്പമാണ്
14 ക്യാമ്പുകളിലായി കഴിയുന്ന അതിജീവിതർക്ക് അവരുടെ തിരിച്ചറിയൽ രേഖകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന മറ്റ് സർട്ടിഫിക്കറ്റുകൾ അത് അടക്കം തിരികെ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടി ക്യാമ്പുകളിൽ അതുമായി ബന്ധപ്പെട്ട ചില കൂടിക്കാഴ്ചകൾ നടത്തുക. സ്വാഭാവികമായി എത്രയും പെട്ടെന്ന് തന്നെ ഈ നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെ ഒരു നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ നടക്കും. അതേസമയം തന്നെ മുണ്ടക്കൈ ചൂരൽമല മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് ഇന്ന് പ്രത്യേക ക്യാമ്പ് നടക്കുമെന്നുള്ളതാണ്. മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂള്, മൌണ്ട് താബോർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് പ്രത്യേക ക്യാമ്പ് നടക്കുക. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. അതേസമയം തന്നെ വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ഇന്നും നാളെയും ചാലിയാറിലും തെരച്ചിൽ നടത്തും. 5 ഇടങ്ങളിലായാണ് തെരച്ചിൽ നടത്തുക. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും ഒരു സംഘം തെരച്ചിൽ നടത്തുക. NDRF, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് സേന, പോലീസ്, വനം വകുപ്പ് എന്നിവരടങ്ങുന്ന 60 അംഗ സംഘമായിരിക്കും ഇവിടെ തെരച്ചിൽ നടത്തുക. പാണൻകായത്തിൽ 10 സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ 50 അംഗ സംഘമായിരിക്കും തെരച്ചിൽ നടത്തുക. പാണൻകായ മുതൽ പൂക്കോട്ടുമന വരെയും പൂക്കോട്ടുമന മുതൽ ചാലിയാർ മുക്ക് വരെയും 20 സന്നദ്ധ പ്രവർത്തകരും 10 പോലീസുകാരും അടങ്ങുന്ന 30 അംഗ സംഘങ്ങൾ തെരച്ചിൽ നടത്തും. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന 40 അംഗ സംഘവും തെരച്ചിൽ നടത്തും. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ കാണാതായവർക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നത് 83ലേറെ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ്. മനുഷ്യർക്ക് എത്തപ്പെടാൻ കഴിയാത്ത ചതുപ്പ് നിലങ്ങളിൽ വലിയ പാറക്കഷ്ണങ്ങൾ നീക്കുന്നതും മണ്ണ് മാറ്റി കാണാതായവർക്കായി തെരച്ചിൽ നടത്തുന്നതും പൂർണ്ണമായും ഈ യന്ത്രങ്ങളെ ആശ്രയിച്ചാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ക്രഷർ ഓണേഴ്സ് അസോസിയേഷനാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ചെലവിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് രക്ഷാദൌത്യത്തിന് വേഗം പകരാൻ 83 ഹിറ്റാച്ചികൾ എത്തിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ അപകടമുണ്ടായ അല്ലെങ്കിൽ ദുരന്തമുണ്ടായ ദിവസം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വാടകയ്ക്കാണ് ഈ സംവിധാനങ്ങൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ 83 ഹിറ്റാച്ചികളും ഈ സംഭവ സ്ഥലത്ത് സെന്റിനൽ റോക്സിന് സമീപത്തും ബെയിലി പാലത്തിന് സമീപത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും അടക്കം എത്തിച്ച ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായ ശ്രീ അബ്ദുള്ള എന്നോടൊപ്പം ചേരുന്നു. ഈ 30-ാം തീയതി പുലർച്ചെ മുതൽ ഇവിടേക്ക് ഈ ഹിറ്റാച്ചികൾ എത്തി തുടങ്ങിയതാണ്. ആകെ എത്ര ഹിറ്റാച്ചികളാണ്? എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്? ഞങ്ങള് കളക്ടറും ജിയോളജിസ്റ്റും വിളിച്ച പ്രകാരമാണ് ഞങ്ങൾ ഈ വണ്ടികൾ വന്ന് കയറ്റി വരുന്നത്. 31-ാം തീയതി ആണല്ലേ നമ്മളന്ന് 31-ാം തീയതി വന്നത്. അതിനുശേഷം ഇവിടെ വന്നു. നമ്മളെ റിസ്ക് തന്നെയാണ് വണ്ടികൾ അന്ന് ഇവിടെ കൊണ്ടുവന്നത്. ഡീസലും കാര്യങ്ങളും ലോറികളും ഒക്കെ ഏർപ്പാടാക്കി ഇവിടെ കൊണ്ടുവന്നു. ഇതിന്റെ ചെലവ് എങ്ങനെയാണ്? ഈ ചെലവ് പറഞ്ഞാൽ ഒരു വണ്ടി ഇവിടെ വന്ന് ഡീസലും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു 80 ലക്ഷം റുപ്യന്റോളം ഒരു ഹിറ്റാച്ചിക്ക് ചെലവ് വരും. അങ്ങനെ 83 ഹിറ്റാച്ചികൾ വരും. അതായത് 83 1 കോടി രൂപയ്ക്ക് അടുത്ത് ഇതിന്റെ തന്നെ ചെലവ് വരും. മലപ്പുറം ജില്ലയിൽ തന്നെ 35 ഹിറ്റാച്ചികളുണ്ട്. മലപ്പുറം ജില്ലയിൽ. ഇതിന് ഈ സർക്കാർ ഇതിന് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു സഹായമാണ് ചെയ്യുന്നത്? ഇതിന്റെ ഇന്ധനത്തിനാണോ അതോ? അല്ല, ഇന്ധനത്തിന് ഇവിടെ വന്നിട്ടുള്ളതിന് ശേഷമുള്ള ഇന്ധനം സർക്കാർ തരുന്നുണ്ട്. അല്ലാതെ നമ്മൾ അവിടുന്ന് ടാങ്ക് ഫുള്ളാക്കിയിട്ടാണ് വണ്ടി ഇവിടെ കൊണ്ടുപോകുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്? മലപ്പുറം, കോഴിക്കോട് തന്നെയാണ്. ഞങ്ങളൊക്കെ മലപ്പുറം, കോഴിക്കോടൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടാണോ ഇതിന്റെ ഈ അതെ, ഞങ്ങൾ ക്രഷർ അസോസിയേഷന്റെ ഓരോ ദിവസം 4 ആളുകൾ വെച്ചിട്ട് ഞങ്ങളാണ് ഇതിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇന്ന് വരെ ഇങ്ങനെ തുടരണമെന്നാണ് നിങ്ങൾ പറഞ്ഞില്ല. വണ്ടി തിരിച്ചു കൊണ്ടുപോകാനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് എന്ന് വരെ രക്ഷാദൌത്യം തുടരും അന്ന് വരെയും ഇവിടെ തുടർന്നു പോകും. എന്തായാലും ഈ 83 ഹിറ്റാച്ചികളിൽ ഈ
അപകടമുണ്ടായ 8 കിലോമീറ്റർ മേഖലകളിൽ സ്വാഭാവികമായി എനിക്ക് പിന്നിൽ ഇപ്പോഴും ആ മണ്ണ് നീക്കി അവിടങ്ങളിൽ മാർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത് ഈ വലിയ ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം ഈ അപകടമുണ്ടായ സ്ഥലത്ത്, ഈ ദുരന്തം ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് മനുഷ്യർക്കങ്ങ് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. കാരണം വലിയ ചതുപ്പാണ്, 3 ആൾ താഴ്ചയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. മുകളിൽ നോക്കിയാൽ മണ്ണാണെന്ന് തോന്നുന്നു, പക്ഷേ കാല് പതിച്ചാൽ നേരെ മണ്ണിൽ കൂപ്പുകുത്തുന്ന സാഹചര്യമായിരിക്കും. അത്തരത്തിലുള്ള മേഖലകളിലേക്ക് ഈ ഹിറ്റാച്ചികളിലെത്തി മണ്ണ് നീക്കം ചെയ്താണ് അവിടെ ഈ ദുഷ്കരമായ പരിശോധനകൾ തുടരുന്നത്. അതിനാണ് ഇത്തരത്തിൽ ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ ദുരന്തമുഖത്തേക്ക് ഈ ഹിറ്റാച്ചികളുമായി അവർ എത്തുന്നത്. സ്വാഭാവികമായി അനുകരണീയമായ ഒരു മാതൃക. ഈ ദുരന്തമുഖത്തേക്ക് ഈ വലിയ ഭാരിച്ച ചിലവ് അത് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ ഹിറ്റാച്ചികൾ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി സജീവമായി ഇപ്പോഴും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ചൂരൽമല ഉരുൾപൊട്ടലിന്റെ ഭീകരത ഇപ്പോഴും ശ്വാസമടക്കി പിടിച്ചേ സുദർശനും അമ്മയ്ക്കും ഓർത്തെടുക്കാനാകൂ. സുദർശനും അമ്മ ഭവാനിയും വീടിന്റെ ടെറസിൽ കയറി നിന്നതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. വീടിനകത്ത് ചെളിയും വെള്ളവും നിറഞ്ഞപ്പോൾ പരിസരങ്ങൾ കല്ലുകളും മരങ്ങളും വന്നടിയുകയായിരുന്നുവെന്ന് സുദർശൻ പറഞ്ഞു. ജൂലൈ 30 പുലർച്ചെ 1:30 മലമുകളിൽ നിന്ന് വൻ ശബ്ദം കേട്ടാണ് സുദർശനും അമ്മ ഭവാനിയും ഞെട്ടിയെഴുന്നേറ്റത്. മണ്ണും വെള്ളവും കുത്തിയൊഴുകി വീടിനുള്ളിലേക്ക് കയറി. രോഗിയായ അമ്മയെയും ചുമന്ന് സുദർശൻ വീടിൻ്റെ ടെറസിൽ കയറി. അയൽപ്പക്കങ്ങളിൽ നിന്നൊക്കെ കൂട്ടക്കരച്ചിലുയർന്നതായി സുദർശൻ ഓർക്കുന്നു. ഏണി ചാരിക്കൊടുത്തും സാരി കൊണ്ട് വടമുണ്ടാക്കിയും അയൽപ്പക്കത്തെ 25ഓളം പേരെയും ടെറസിലെത്തിച്ചു. ഇതിനിടെ വൻ ശബ്ദത്തോടെ കല്ലും മണ്ണും മരങ്ങളും ഒഴുകിയെത്തി. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. ശ്വാസമടക്കിപ്പിടിച്ച് രാവിലെ 6 മണിവരെ ടെറസിൽ കഴിച്ചുകൂട്ടി. അപ്പോഴേക്കും രക്ഷാപ്രവർത്തകരെത്തി. ഞാൻ 10:30 അമ്മേനോട് പറഞ്ഞ് കിടന്നു. അമ്മ ഒരു 8:30 മരുന്ന് കഴിച്ച് കിടക്കുന്ന ആളാണ്. അമ്മ കിടന്നു. ഞാനിവിടെ ഈ റൂമിൽ TV കണ്ട് കിടക്കുകയായിരുന്നു. ഒരു 10:30 കയറി കിടന്നു. 1 മണിയായി കാണും തോന്നുന്നു. സമയമൊന്നും അറിയില്ല. ഞാൻ കിടന്ന് മേശപ്പുറത്ത് എൻ്റെ കാര്യങ്ങൾ, സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ അയച്ചു വെച്ചിട്ട് കിടന്നതാണ്. കിടന്നൊരു 1 മണിയായി കാണും. 1 മണിക്ക് എണീറ്റ് പെട്ടെന്ന് സൗണ്ട്, ഭയങ്കര മുഴക്കവും എന്തൊക്കെയോ സൗണ്ട് കേട്ടു. പെട്ടെന്ന് എണീറ്റ് കട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം മുട്ടിന്റെ ആ ലെവലിന് ചളി, മണ്ണ് എല്ലാം വന്നടിഞ്ഞിരുന്നു. ഓടി വന്ന് അമ്മേന്റെ റൂമിലോട്ട് വന്നു. അമ്മ എണീക്കെന്ന് പറയുമ്പോഴേക്കും ഏകദേശം അരേന്റെ മുകളിലോട്ട് വെള്ളവും ചളിയുമാണ്. എല്ലാം കട്ടിലും മലമാരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കിടക്കുന്നത്. പോകാൻ മാർഗ്ഗമില്ല, ലൈറ്റില്ല. അപ്പം തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു, നമ്മളിവിടെ തന്നെ നമ്മളെ ലൈഫ് പോയി കഴിഞ്ഞമ്മേ, നമ്മൾ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ ഞാൻ അമ്മേനെ എടുത്ത് തോളിൽ കയറ്റി മുകളിലോട്ട് എത്തിച്ചു, വീടിന്റെ മണ്ടയിൽ എത്തിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് അത് സേഫാന്ന് വെച്ചിട്ട് ഞാൻ ഡ്രസ്സെല്ലാം, അമ്മയ്ക്കൊരു ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ടീഷർട്ടൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ സേഫായി. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു 3 മണിയോ എന്താ അറിയില്ല, സമയമൊന്നുമല്ല. അപ്പോഴേക്കും ആ ഫസ്റ്റ് പൊട്ട് തന്നെ ജനങ്ങളൊക്കെ മേലെ കൂടെ വന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എന്താണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഇതിലെ വെള്ളം ഒലിച്ചു പോകുന്നു. ആ സമയത്ത് ഫസ്റ്റത്തെ ഇതിൽ ഫ്രണ്ടിൽ ഫുള്ള് മരങ്ങളാണ്. ഇതിന്റെ മുകളിൽ മരങ്ങളാണ്. എൻ്റെ ജീപ്പ് എവിടെയാണ് നിർത്തിയിട്ടുണ്ടായത്. മുകളിൽ നിന്ന് ഞാൻ ഇതെല്ലാം നോക്കുമ്പോൾ ജീപ്പൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് ജീപ്പെല്ലാം പോയിട്ടുണ്ട്, കാണുന്നില്ല. രണ്ടാമത്തെ പൊട്ട് വരുമ്പോൾ ഇങ്ങനെ ലൈവായിട്ട് ഇവിടുന്ന് മേലെ ഇങ്ങനെ വലിയ വലിയ പാറയും മരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേനോട് പറഞ്ഞു, നമുക്ക് ജീവിതമല്ല, നമ്മൾ തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് ആ വീടെല്ലാം ലൈവായിട്ട് എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. കല്ലുകളും എല്ലാം അതിലെല്ലാം ഗതി മാറിയതുകൊണ്ട് ഈ വീട് ഇങ്ങനെ ഇത്രയും നിന്നു. റാണിമല എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു സുദർശൻ. പിന്നീട് 6 വർഷത്തോളം പ്രവാസ ജീവിതം. 1/2 ഏക്കർ സ്ഥലവും വീടും ജീവിതോപാധിയായ ജീപ്പും ഉരുളെടുത്തു. ജീവിതമാർഗവും കുടിയിരിപ്പും ഉരുളെടുത്തപ്പോൾ ദാനം പോലെ ലഭിച്ച ജീവിതം. സുദർശനെ പോലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ. ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇവരെ പോലുള്ളവർക്ക് വ്യക്തതയില്ല. ചൂരൽമലയിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. ഉരുൾ തകർത്തെറിഞ്ഞ മണ്ണിലേക്ക് ഉറ്റവരെ തേടി ഷഹാനയും ഫസലും എത്തിയത് കണ്ടുനിന്നവരെ ആകെ കണ്ണീരിലാഴ്ത്തി. ഈ നാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്നും പാവങ്ങളെ എന്തിനാണ് ഉരുൾ എടുത്തതെന്നും ചോദിച്ച് വിങ്ങിപ്പൊട്ടുകയാണ് ഷഹാന. ചൂരൽമലയെയും മുണ്ടക്കയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തം പിന്നിട്ട് 13 ദിവസം കഴിയുമ്പോഴും ദൈന്യം നിറയുന്ന കാഴ്ചകൾക്ക് ഇപ്പോഴും പഞ്ഞമില്ല ഇവിടെ. എനിക്ക് പിന്നിൽ കാണുന്നത് ഗീത എന്നൊരു വീട്ടമ്മയാണ്. അവരുടെ സഹോദരൻ, ചേട്ടൻ, ആ കുടുംബത്തിലെ 3 പേർ
ആ വീട് പോലും ശേഷിക്കാതെ മുഴുവനായി അടിയിലായിപ്പോയി. അതിലൊരാളുടെ മൃതദേഹം മാത്രമാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇപ്പോഴും 2 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദൂരെ നിന്ന് വിതുമ്പിക്കൊണ്ട് അവർ ആ കാഴ്ചകൾ കാണുകയാണ്. ഞാൻ അവരുടെ അരികിലേക്ക് എത്തിയപ്പോൾ വിതുമ്പുക മാത്രമാണ്, ഒന്നും പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അത്രയും ദൈന്യം നിറയുന്ന കാഴ്ചകളാണ്. അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, പുതച്ചിരുന്ന പുതപ്പ്, കമ്പിളിപ്പുതപ്പ്, അതൊക്കെ കയ്യിൽ എടുത്തു കാണിച്ചുകൊണ്ടാണ് അവരുടെ ഓർമ്മകൾ കരഞ്ഞുകൊണ്ട് ഗീത ഞങ്ങളോട് പങ്കുവച്ചത്. അല്പമങ്ങ് മാറുമ്പോൾ അതിനേക്കാൾ ദൈന്യം നിറയുന്ന മറ്റ് കാഴ്ചകളുമുണ്ട് ഈ പരിസരത്ത്. 6ഓളം വീടുകൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സ്ഥലം, വലിയ 2 നില വീടുകൾ. ഒരിക്കൽ പോലും ഇങ്ങനെയൊരു പ്രകൃതി ദുരന്തത്തിൽ ഈ ഭാഗത്ത് നാശനഷ്ടം ഉണ്ടാകുമെന്ന് സങ്കല്പത്തിൽ പോലും ആരും വിചാരിച്ചിരുന്നതല്ല. അങ്ങനെയൊരു സ്ഥലത്തെയാണ് ഈ ഒരു വലിയ മഹാദുരന്തം തകർത്തെറിഞ്ഞു കളഞ്ഞത്. ഇങ്ങനെ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല. അത്രയും മനോഹരമായ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലം അടിവാരം വരെ തോണ്ടിപ്പോയിരിക്കുകയാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ. 6 വീടുകൾ ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ശേഷിക്കുന്ന കാഴ്ചകൾ ഇങ്ങനെയാണ്. തൊട്ട് സമീപത്തായി ഒരു വീടിൻ്റെ മുകളിൽ ഉണങ്ങാനായി വിരിച്ചിട്ട ബെഡ്ഷീറ്റുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇനി അത് എടുത്തു മാറ്റാൻ അവിടെ ആരുമില്ല. ഇങ്ങനെ ഒരുപാട് വേദനപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട് മുണ്ടക്കൈ മേഖലയിൽ മാത്രം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് ഉരുൾ കവർന്നത്. 2 പേരെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും 3 പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായി ഒരുപാട് പ്രതീക്ഷയോടെ, വളരെ സ്നേഹത്തോടെ, അയൽവാസികൾ തമ്മിൽ വളരെ ഐക്യത്തോടെ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നഷ്ടം ഈ നാടിൻ്റെ മുഴുവൻ നൊമ്പരമായി മാറുന്നതും. എനിക്ക് പിന്നിലുള്ള ഈ വീട്ടിൽ ഒരു ഉമ്മയും ഉപ്പയും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. അവരെ ഈ ഉരുൾപൊട്ടുന്ന കാര്യമറിഞ്ഞ് വളരെ സാഹസികമായി ഈ വീട്ടിൽ നിന്ന് ഉടൻ രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ഈ വീട്ടിലേക്ക് ആദ്യമായി ഈ ദുരന്തമുണ്ടായതിനു ശേഷം വീട്ടിലേക്ക് എത്തിയ ഈ കുടുംബത്തിലെ മകൾ, അവളെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത് കോഴിക്കോടാണ്. വിതുമ്പിക്കൊണ്ടാണ് ഇവിടേക്ക് അലറിക്കരഞ്ഞുകൊണ്ടാണ് കയറി വന്നത്. അവരാരും നമ്മളോട് പ്രതികരിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലുമല്ല. ആ മാതാപിതാക്കൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെ എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിക്കണമെന്ന കാര്യത്തിൽ ആ കുടുംബാംഗങ്ങൾക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല. ഈ ഒരു പ്രദേശത്ത് മാത്രം 35 പേരെയാണ് ഉരുൾ കവർന്നുകൊണ്ട് പോയിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികളൊക്കെ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഈ വീട്ടിനകത്തേക്ക് കുടുംബാംഗങ്ങൾ കാണുന്നതാണ് ഈ കുടുംബത്തിലെ മകൾ. അവൾ ഒരാഴ്ച മുമ്പ്, ഈ ദുരന്തമുണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ വീട്ടിൽ വന്ന് ഇവിടെ നിന്ന് പോയതാണ്. കോഴിക്കോട്ടേക്ക് വിവാഹം കഴിച്ച് പോയതാണ്. അതിനുശേഷം തിരികെ ആദ്യമായി സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിന് മുൻപിലെ കാഴ്ചകൾ ഇതാണ്. അത് ഉൾക്കൊള്ളാൻ ആയിട്ടില്ല അവൾക്ക്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾക്കും തയ്യാറാകാതെ ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഉള്ളിലൊതുക്കി വിതുമ്പിക്കൊണ്ട് ആദ്യമായി ഈ സ്ഥലത്തെത്തി ഈ ദുരന്തമുണ്ടായ മേഖലകൾ നേരിൽ കാണാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായി എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് കാഴ്ച. അത്രമാത്രം വേദന നിറയുന്ന ഒരു സ്ഥലമാണ്. ഇത്രയധികം ആളുകളെ ഒരുമിച്ച് നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും അവർക്കാർക്കും പുറത്ത് കിടക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇവിടെ എത്ര വീടായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത്? ഈ ഭാഗത്ത് ഏകദേശം ഒരു 9 പേരുണ്ടാവും, 10 പേരുണ്ടാവും അല്ലേ? 10 പേരുണ്ട്. ഇതിൽ ഈ കുടുംബത്തിലെ ബന്ധുക്കൾ ഉപ്പാന്റെ അനിയന്റെ വീട്. അത് എന്റെ ഉപ്പാന്റെ അനിയന്റെ വീട്. ഉപ്പാന്റെ മോളാണത്. അറിയാം, ഞങ്ങൾ കണ്ടിരുന്നു. ഞാൻ അവള് വൈകാരികമായ ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിലായതിനാലാണ് അവളോട് ഞങ്ങൾ ഒരു കാര്യവും അതിനെപ്പറ്റി സംസാരിക്കാത്തത്. ഇവിടെ നിന്ന് എത്ര പേരെയാണ് ഈ ഉരുളെടുത്തത്? ഒന്ന് ഉപ്പാന്റെ അനിയന്റെ മകനും, പിന്നെ ഉപ്പാന്റെ ഫാദറുണ്ട്, ആ വീട്ടിലെ താമസം. പിന്നുള്ളത് പിന്നെ ഉപ്പാന്റെ അനിയന്റെ വൈഫുണ്ടല്ലോ ഇവിടത്തുള്ള, അതായത് ആമാന്റെ അനിയത്തിന്റെ ഒരു മോന്, ചെറിയ മോനുണ്ട്. ആ അളാമന്റെ വാപ്പിയുണ്ട്. അഞ്ച് എല്ലാരും കണ്ടെത്തി. എല്ലാരും കിട്ടിയല്ലോ. എല്ലാരും കിട്ടിയിട്ടുണ്ട്. എല്ലാരും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഉപ്പയും ഉമ്മയും പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ വൈഫിന്റെ താത്തന്റെ ഒരു മോളും കുട്ടിയുണ്ട്, ഒരു 1.5 വയസ്സായ ഒരു കുട്ടിയും. അവരെല്ലാവരും ആ സമയത്ത് രക്ഷപ്പെട്ടു ആണ്. അവരെല്ലാം രക്ഷപ്പെട്ടു. അതിനുശേഷം ഇതാണ് ബാപ്പയല്ല, അവരെ ബന്ധുക്കളാണ്. അവർ ഈ ദുരന്തത്തിന് ശേഷം ആദ്യമായിട്ടാണോ ഞങ്ങൾ ഫസ്റ്റ് ഇവരെല്ലാരും നമ്മളവിടെ ഹോസ്പിറ്റലിലായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നത് ഏകദേശം സമാധാനമായപ്പോൾ ഞങ്ങളൊന്ന് കൊണ്ടുവന്നത്. കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്? കാണിക്കാനല്ല, നമ്മളിത് നമ്മളെ സാധനങ്ങൾ എടുക്കാനൊക്കെ ഇതിന്റെ ഉള്ളിലല്ലേ. എടുക്കാൻ കഴിയുന്നൊക്കെ എടുക്കാം. അതില് ഫാദർ വന്നോട്ടെ,
എന്നിട്ട് അതിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എവിടേക്കാണ് ഇവർ മാറുന്നത്? അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഒന്നും ഡീറ്റെയിൽസും തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവർ ക്യാമ്പിലാണ്. ഞങ്ങളെ കൂടെ അവിടെ ഒരു വീട്ടിലുണ്ട്, നരിക്കുനി ഒരു വീട്ടിലുണ്ട്. ഏതായാലും സ്വാഭാവികമായി ആ ഒരു വലിയ വേദന തന്നെയാണ് ഈ പ്രദേശവാസികളൊക്കെ പങ്കുവെക്കുന്നത്. അത് വാക്കുകൾക്ക് അതീതമാണ്. നമുക്കാർക്കും അത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു ജന്മത്തിന്റെ സ്വപ്നമായി പടുത്തുയർത്തിയ വീട്, വിയർപ്പൊഴുക്കി അധ്വാനിച്ച അധ്വാന ഫലങ്ങൾ, അത് മുഴുവൻ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു പ്രകൃതിയുടെ വിളയാട്ടത്തിൽ മുഴുവൻ ഒലിച്ച് ഒരു നാടൊന്നാകെ മണ്ണിലടിയിലായപ്പോൾ ആ വേദന എങ്ങനെ ഉൾക്കൊള്ളാനാകുമെന്ന് അവർക്കറിയില്ല. എന്നോട് വിതുമ്പിക്കൊണ്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആളുടെ ഭാര്യ, അതായത് ഈ ഞങ്ങൾ നിൽക്കുന്ന വീട്ടിലെ ആ മകൾ, അവൾ പറഞ്ഞത് ഈ നാട്ടിൽ മുഴുവൻ ആളുകളും ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെയായിരുന്നു. ജാതിയും മതത്തിൻ്റെ ഒരു വേർതിരിവില്ലായിരുന്നു. ഒറ്റ വീട്ടിലെ അംഗങ്ങളെ പോലെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നതും സ്നേഹിച്ചിരുന്നതും. അവരെന്ത് ചെയ്തിട്ടാണ്? ഇതിന് തൊട്ടപ്പുറത്ത് വലിയ കാടുകളുണ്ട്. ഇപ്പോഴും ആ കാടുകളിൽ മരങ്ങളും കാടും മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെയൊന്നും ഒരു കുഴപ്പമില്ലാതെ ഈ മനുഷ്യർ സമാധാനമായി ഉറങ്ങിക്കിടന്ന മണ്ണിലൂടെ മാത്രം എന്തിനിങ്ങനെ ഈ ഉരുൾ ഒഴുകി വന്നു? എങ്ങനെ ഈ ഉറക്കത്തിൽ കിടന്ന വെറും പാവം മനുഷ്യരെ ഒന്നും അറിയാതെ ഇങ്ങനെ മണ്ണിനടിയിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ ഈ ഉരുളിന് കഴിഞ്ഞു? എന്താണിത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വിതുമ്പിക്കൊണ്ടാണ് ഈ വീട്ടിലെ മകൾ ഞങ്ങളോട് വ്യക്തമാക്കിയത്. സ്വാഭാവികമായി അതേ വേദന തന്നെയാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പങ്കുവെക്കുന്നതും. എന്തായാലും ദൈന്യം നിറയുന്ന കാഴ്ചകൾ അത് ഓരോ ദിവസവും ഇവിടെ നിന്ന് ഓരോ ദിവസം കഴിയും തോറും ആ കാഴ്ചകൾ മാത്രമാണ് മുണ്ടക്കയിൽ നിന്നും ചൂരന്മലയിൽ നിന്നും പുഞ്ചിരിമട്ടത്തു നിന്നുമൊക്കെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ നാടിനെ വീണ്ടും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് എത്ര കണ്ട് പ്രാപ്യമാകുന്ന ഒരു കാര്യമാണ് എന്നത് സംശയത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. സ്വാഭാവികമായി ഒരുപാട് പ്രതീക്ഷകളോടെ കഴിഞ്ഞിരുന്ന ഏതാണ്ട് 650-ലേറെ കുടുംബങ്ങൾ ഈ 3 മേഖലകളിലായിട്ടുണ്ട്. അവരുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായി സർക്കാരിന് മുമ്പിൽ മാറുമ്പോഴും നഷ്ടപ്പെട്ടവരെ, ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, അത് ആ ആഘാതത്തിൽ നിന്ന് എങ്ങനെ മുക്തരാക്കാൻ കഴിയും എന്ന് അറിയാതെ ഇപ്പോഴും വിതുമ്പുകയാണ്, തേങ്ങുകയാണ് ഒരു നാട് മുഴുവൻ. ക്യാമറമാൻ പ്രജിത് കങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ ഒഡീഷ സ്വദേശിയായ യുവ ഡോക്ടറെക്കുറിച്ച് ഇപ്പോഴും സൂചനകൾ ഒന്നുമില്ല. ഡോക്ടർ ദമ്പതിമാർ അടങ്ങുന്ന 4-അംഗ സംഘം ഹണിമൂൺ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ഇവിടെ. ദുരന്തമുഖത്ത് നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഡോക്ടർ സുകൃതി ആരോഗ്യനില വീണ്ടെടുത്ത് വരികയാണ്. പക്ഷേ വിധി ബാക്കിവെച്ചത് ഒപ്പമുണ്ടായിരുന്നവരിൽ 2 പേരെ മാത്രം. മധുവിധു ആഘോഷത്തിനായി ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്ന് ഡോക്ടർ ദമ്പതിമാർ ഉൾപ്പെടെയുള്ള 4-അംഗ സംഘം ജൂലൈ മാസം 26-ാം തീയതിയാണ് ചൂരൽമല ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരു ഹോം സ്റ്റേയിലെത്തിയത്. ആ ഹോം സ്റ്റേയിലെത്തിയ ഡോക്ടർ ദമ്പതിമാരായ ഡോക്ടർ വിഷ്ണു പ്രസാദ് ചിനാര, അവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിയദർശന, ഇപ്പോൾ അവർ ഭുവനേശ്വറിലെ ഒരു നഴ്സിംഗ് കോളേജിലെ ലെക്ചറായിരുന്നു. അവർക്കൊപ്പം ഡോക്ടർ സ്വാതിൻ പാണ്ഡെ, അദ്ദേഹം ഭുവനേശ്വറിലെ ഹൈടെക് മെഡിക്കൽ കോളേജിലെ അവസാന വർഷ മെഡിസിൻ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ പ്രതിസുത വധു ഡോക്ടർ സുകൃതി മഹാപത്ര, ഇങ്ങനെ 4 പേരടങ്ങുന്ന സംഘമായിരുന്നു കഴിഞ്ഞ 26-ാം തീയതി ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടത്തിന്റെയും ഒക്കെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. പക്ഷേ 4 ദിവസങ്ങൾക്കപ്പുറം ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു മഹാദുരന്തത്തിന്റെ ഇരകളായി മാറിയ അവർ, അതിൽ 2 പേർ മാത്രമാണ് ഇനി സ്വന്തം മണ്ണിലേക്ക്, ഒഡീഷയിലെ ഭുവനേശ്വറിലേക്ക് തിരികെ മടങ്ങുന്നത്. പ്രിയദർശിനി പോളിന്റെ ഭർത്താവ് ഡോക്ടർ വിഷ്ണു പ്രസാദ് ചിനാരയുടെ മൃതദേഹം ഈ ദുരന്തമുണ്ടായി 2 ദിവസങ്ങൾക്ക് അപ്പുറം ഈ ചൂരൽമലയ്ക്ക് സമീപത്ത് നിന്ന് ബെയിലി പാലം പണിതിരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴും ഡോക്ടർ സ്വാതിൻ പാണ്ഡെയെ സംബന്ധിച്ച യാതൊരു സൂചനകളുമില്ല. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. സ്വാതിൻ പാണ്ഡെയുടെ കുടുംബാംഗങ്ങളെ അടക്കം ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇവിടേക്ക് എത്തിച്ച് അവരുടെ രക്തസാമ്പിളുകൾ അടക്കം DNA പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ 2 പേരായിരുന്നു ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടത്. അതായത് ഈ ഹോം സ്റ്റേ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് കുറച്ചധിക ദൂരത്തിലാണ് ഈ സ്കൂൾ കെട്ടിടം ഉള്ളത്. ആ സ്കൂൾ കെട്ടിടത്തിന്റെ ഇടയിൽ പില്ലറുകളുണ്ട്. ആ പില്ലറുകളുടെ ഇടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു 2 പേരെ, പ്രിയദർശിനി പോൾ, അതോടൊപ്പം തന്നെ ഡോക്ടർ
സുഗതി മഹാപാത്ര, ഈ രണ്ടുപേരെ ഈ വലിയ കെട്ടിടത്തിനിടയിലെ തൂണുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ അന്ന് കണ്ടെടുത്തത്. സ്വാഭാവികമായി അത്തരമൊരു മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും അവർ രണ്ടുപേരും മുക്തരായിട്ടില്ല. അതിൽ ഒരാൾ ഡോക്ടർ സുകൃതി മഹാപാത്ര ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അവർക്ക് ആവശ്യമായ വൈദ്യസഹായം, അതായത് സങ്കീർണമായ ദൗത്യത്തിലൂടെയാണ് അവർ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. കാരണം 20 മിനിറ്റ് കൂടി വൈകിയായിരുന്നു അവർ ആശുപത്രിയിൽ എത്തിയിരുന്നതെങ്കിൽ ജീവൻ തന്നെ നഷ്ടമായേക്കുമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആ സങ്കീർണമായ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കി കുടുംബാംഗങ്ങളെയൊക്കെ കണ്ട് ആ ഒരു ആശ്വാസത്തിലായിരിക്കുമ്പോഴും തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന ഡോക്ടർ സ്വാതിൻ പാണ്ഡ ഇപ്പോൾ ഇല്ല എന്ന കാര്യം സുകൃതി മഹാപാത്രയ്ക്ക് അറിയില്ല. ആ വലിയൊരു നോവ് അതെങ്ങനെ പറഞ്ഞ് അറിയിക്കുമെന്ന കാര്യം സുഹൃത്തുക്കൾക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ഒന്നും അറിയില്ല. ആ വേദന അവർ ഞങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. പ്രിയദർശിനി ഇപ്പോഴും വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ആ ചികിത്സയ്ക്കൊക്കെ ശേഷം തിരികെ ഒഡീഷയിലെ ഭുവനേശ്വറിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ സുകൃതി മഹാപാത്ര ആരോഗ്യനില വീണ്ടെടുത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ അവർ എപ്പോൾ അവരോട് തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന സ്വാതിൻ പാണ്ഡെ ഇനി ഇല്ല, അതൊരു ഓർമ്മ മാത്രമായി എന്ന കാര്യം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന ദുഃഖത്തിലാണ് കുടുംബാംഗങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ സുകൃതിയുടെ സഹോദരി ന്യൂസ് 18നോട് പ്രതികരിച്ചത് പിന്നീട് ഇങ്ങനെയായിരുന്നു. Currently she is better, she is improving slowly, but still there is a chance of infection, and like she is having fracture in her right leg also. So for that we are gonna planning for any procedure for the surgery, and if she will eat nicely, then definitely she is gonna improve. Her immunity is low, so. Yeah. It's a sophisticated case. Doctors told us like so. There is bronchoscopy. Yes. When the moment they have taken her, initially her condition was so bad. So I was on a call. At that time I was in Odisha. So I had a word with doctors. So like they are like initially no hope or something like that. And continuously because she had lot of mud water she drank. So they have done bronchoscopy like almost 4 to 5 times, and they have taken all the mud water from lungs as well as from the stomach. And they were like, okay, like slowly she will recover, and due to the like bronchoscopy they have done, so like the infection was like decreased almost 60 to 70%. Actually 4 persons was here from Odisha for this visit. Only 2 remains. No, 4 people are there. 2 they have rescued from the landslide area. One was my sister, like serious condition, she was in ventilator. Other was like she had so many injury on her face, but I don't know any fractures or something. And other 2 male, one is we got a news that he is dead, and other still missing, so we don't have any information about him. Okay, we are praying for this getting better of this particular person, Sukriti. Okay, thank you for joining with us. Okay, എന്തായാലും വലിയൊരു ദുരന്തത്തെ അതിജീവിക്കുകയാണ്. 4 പേരാണ് ഒഡീഷയിൽ നിന്ന് ഇവിടേക്ക് ഈ മേഖലകൾ കാണാനായി എത്തിയത്. പക്ഷേ ദുരന്തം, വിധി അവരെ ആ ഒരു മഹാദുരന്തത്തിൽ 4 പേരെയും ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിൽ 2 പേർ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ 2 പേർ ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ശേഷിക്കുന്ന 2 പേരിൽ ഒരാളാണ് ഇപ്പോൾ ഇവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന സുകൃതിക്ക് സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് മറ്റ് നടപടിക്രമങ്ങളിലൂടെയാണ് ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയ ചെളി പുറത്ത് എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിർണായകമായ മണിക്കൂറുകൾ പിന്നിട്ടാണ് സുകൃതി ജീവിതത്തിലേക്ക് മടങ്ങുന്നത്. 20 മിനിറ്റ് കൂടി ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിരുന്നെങ്കിൽ സുകൃതിയുടെ ജീവൻ നഷ്ടമാകുമായിരുന്നുവെന്നാണ് മൂപ്പൻസ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നതും. ക്യാമറമാൻ പ്രജിത് കോങ്ങോടിനൊപ്പം സന്ദർശിക്കും. 4-അംഗ സംഘമാണ് എത്തുക. കഴിഞ്ഞ ദിവസം ഇവിടെ 100 പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് ഡ്രോൺ സർവേയിൽ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിദഗ്ധ സംഘം എത്തുന്നത്. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോഷ്യൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങുന്നതാണ് സംഘം. ഡ്രോൺ പരിശോധന നടത്തിയിരുന്നു. മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രങ്ങൾ അറിഞ്ഞ ശേഷമാകും പുനരധിവാസം സംബന്ധിച്ച് കളക്ടർ റിപ്പോർട്ട് നൽകുക. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീട്ടിലെയും ഓരോ വിഷയമാണ്. ചില വീട്ടിൽ അനാഥരായ കുട്ടികൾ,
ചില വീട്ടിൽ വരുമാനം ഉണ്ടാക്കിയിരുന്ന ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ചില സ്ഥലത്ത് പ്രായമായ ആളുകൾ, മക്കളും കൊച്ചുമക്കളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവർക്ക് ജോലി കൊടുക്കേണ്ടി വരും, നമുക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ പാക്കേജായി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു പുനരധിവാസ പ്രക്രിയ ഒരു മോഡലായി ചെയ്യണം. അതിന് സഹായിക്കാൻ ആളുകൾ തയ്യാറാണ്. ഏറ്റവും ശാസ്ത്രീയമായി, ഏറ്റവും പ്രൊഫഷണലായി, ഏറ്റവും ഭംഗിയായി ആ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നടക്കണം. അത് വെറുതെ വീട് വെച്ച് കൊടുക്കുന്നത് മാത്രമല്ല, അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവരിതിനു മുൻപ് ജീവിച്ചിരുന്നതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് ആ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു മിഷനാണ് ഏറ്റെടുക്കേണ്ടത്. അതിനൊരു വളരെ വലിയൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, വിശാലമായ, സമഗ്രമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകണം. ഞങ്ങളത് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും സമർപ്പിക്കും. ന്യൂസ് 18 നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അതിനുണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസവും. വാർത്തകളിലേക്ക്. ആലപ്പുഴ പൂച്ചാക്കലിൽ രഹസ്യമായി മറവ് ചെയ്ത നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ടെങ്കിലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കാനാകൂ എന്ന നിലപാടിലാണ് പോലീസ്. കുഞ്ഞിന്റെ അമ്മ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിലാണ്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, കേസിന്റെ തുടർ നടപടികൾ ഏത് വിധത്തിലാണ്? ഭവ്യ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം തന്നെയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടോടുകൂടി, അതായത് ഈ കുട്ടിയുടെ അമ്മയുടെ ആൺ സുഹൃത്ത് നൽകിയ വിവരപ്രകാരം കൊല്ലനോടി പാടശേഖരത്തിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നു. പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയതാണ്. ഇന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം, കാരണം നവജാത ശിശു കൂടി ആയതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അത്തരത്തിൽ അപായപ്പെടുത്തിയതാണോ എന്നടക്കമുള്ള സ്ഥിരീകരണങ്ങളിലേക്ക് പോകാനാകൂ എന്നുള്ള നിലപാടിലാണ് പോലീസ്. എഫ്ഐആർ അടക്കം ഇപ്പോൾ ഇട്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഒപ്പം കുട്ടിയുടെ മൃതദേഹം ആരെയും അറിയിക്കാതെ രഹസ്യമായി മറവു ചെയ്തു എന്നീ വകുപ്പുകൾ പ്രകാരവുമാണ് ഇപ്പോൾ ആൺ സുഹൃത്തിന് റിമാൻഡ് ചെയ്യപ്പെടുകയും ആൺ സുഹൃത്ത് ജയിലിലുമാണ്. അത്തരത്തിലുള്ള വകുപ്പുകളാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മ പ്രസവത്തിന് ശേഷം, അതായത് 7-ാം തീയതി പുലർച്ചെ 1:30യോടെയാണ് പ്രസവം നടക്കുന്നത്. വീടിന്റെ ടെറസിലായിരുന്നു കുട്ടിയുടെ ശരീരം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആൺ സുഹൃത്ത് മൊഴി നൽകിയിട്ടുള്ളത്. തന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ കുട്ടി മരിച്ചു എന്നുള്ള രീതിയിലാണ് തന്നോട് പറഞ്ഞിരുന്നുള്ള മൊഴിയിൽ തന്നെയാണ് ആൺ സുഹൃത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇന്നലെ ഈ കുട്ടിയുടെ അമ്മ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ എറണാകുളത്ത് ചികിത്സയിലാണ്. 8-ാം തീയതി ശാരീരിക അസ്വസ്ഥയും ഒപ്പം തന്നെ ബ്ലീഡിങ്ങും അണുബാധയും തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ ആശുപത്രി അധികൃതർ നടത്തിയ ചോദ്യം ചെയ്യലായിരുന്നു പ്രസവ വിവരം പുറത്തു വരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയെ ആദ്യം അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഈ അമ്മ നൽകിയ മൊഴി. അതിനുശേഷം പിന്നീട് ആണ് മരണപ്പെട്ട വിവരം പറയുന്നത്. തുടർന്ന് പൂച്ചക്കൽ പോലീസിനെ ആശുപത്രി അധികൃതർ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് ഈ ആൺ സുഹൃത്തിനെയും ഒപ്പം തന്നെ ആൺ സുഹൃത്തിന്റെ ഇന്നലെ മൃതദേഹം കണ്ടെടുത്ത തകഴി കൊല്ലനോടി പാടശേഖരത്തിനോട് ചേർന്നുള്ള ഈ ആൺ സുഹൃത്തിന്റെ കൂട്ടുകാരനെയും പോലീസ് രാത്രിയോടുകൂടി കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്നാണ് ഇന്നലെയോടെ അറസ്റ്റ് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ആൺ സുഹൃത്തിന്റെ കൂട്ടുകാരനെ ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ആൺ സുഹൃത്തിനെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പിന്നീട് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ അമ്മ ചികിത്സയ്ക്ക് ശേഷം പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വന്നാൽ മാത്രമേ പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്ത കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങളാണ്. പക്ഷേ നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് കൃത്യമായി കണ്ടെത്താനാകുമെന്നുള്ള കാര്യത്തിലൊക്കെ സംശയം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കുട്ടി പ്രായം തികയാതെ പ്രസവിച്ചതാണോ അല്ലെങ്കിൽ കാലാവധി പൂർത്തിയാകാതെ പ്രസവം നടന്നതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിന് രഹസ്യ സ്വഭാവം അവർ സൂക്ഷിച്ചിരുന്നു. വീട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ള വിവരമാണ് കൈമാറുന്നത്. പൂച്ചക്കൽ സ്വദേശിനിയായി പെൺകുട്ടി ഫോറൻസിക് സയൻസ് പഠിച്ച ബിരുദധാരി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇനി അന്വേഷണ സംഘം ഈ അമ്മയെ അടക്കം കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. നിലവിൽ കുട്ടിയെ മറവ് ചെയ്തത്, അതായത് നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്തു. ഒപ്പം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ മാത്രമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രാഥമിക റിപ്പോർട്ട് ആയതിനു ശേഷം മാത്രമേ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കാനാവുകയുള്ളൂ. ഭവ്യ. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.
ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ നാളെ പുനരാരംഭിച്ചേക്കും. ഗംഗാവലിപ്പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതിനാലാണ് തീരുമാനം. ഇന്ന് ബംഗളൂരുവിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഏത് രീതിയിലുള്ള തെരച്ചിൽ നടത്തണമെന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. ഇതിനിടയിൽ കർണാടക ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജി ഇന്ന് പരിഗണിക്കും. തെരച്ചിൽ പുരോഗതി അറിയിക്കണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. കെ.വി. ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, അർജുനെ കണ്ടെത്തുന്നതിൽ ഏറെ ദുഷ്കരമായിരുന്നത് ഈ പ്രതികൂലമായ കാലാവസ്ഥ, ഗംഗാവലിപ്പുഴയിലെ നീരൊഴുക്കുമൊക്കെയായിരുന്നു. നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ തെരച്ചിൽ ഇനി പുനരാരംഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. പുനരാരംഭിക്കും എന്ന് തന്നെ ഉറപ്പിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ലേ? ആര്യ, നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 11 മണിക്കായിരുന്നു ഇത്തരത്തിൽ ബംഗളൂരുവിൽ ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത്. അത് വൈകിട്ട് 4 മണിയിലേക്ക് മാറ്റി എന്നതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അതായത് കാണാതായ 3 പേർക്കായുള്ള തിരച്ചിൽ ഉടൻ ആരംഭിക്കണമെന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോടതി ഇത്തരത്തിൽ പരാമർശം നടത്തിയിരുന്നത്. അതിന്റെ ഏത് രീതിയിൽ പുരോഗതിയുണ്ട് എന്ന കാര്യം ഇന്ന് വിശദീകരിക്കണമെന്നായിരുന്നു അന്ന് കോടതി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കോടതി എന്താണ് ഇക്കാര്യത്തിൽ പരാമർശം നടത്തുന്നത്, അതിനനുസരിച്ചുള്ള മറ്റ് തീരുമാനങ്ങളിലേക്ക് കടക്കാനായിരിക്കാം ഒരുപക്ഷെ വൈകിട്ട് 4 മണിയിലേക്ക് ഈ യോഗം മാറ്റിവെച്ചത്. ഈ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ കർണാടകത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ഏത് രീതിയിലാണ് ഈ തെരച്ചിൽ നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയാവുക. അതിൽ ഉത്തര കന്നഡ കലക്ടർ ഓൺലൈനായി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഇന്ന് 11 മണിയോടുകൂടി നേവിയുടെ ഒരു സംഘം, കാർവാറിൽ നിന്നുള്ള സംഘം ഈ പുഴയുടെ അടിയൊഴുക്ക് പരിശോധിക്കാനായി എത്തുന്നുണ്ട്. നിലവിൽ 4 നോട്ട്സ് ആണ് ഈ അടിയൊഴുക്കെന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അത് എത്ര ഉണ്ട് എന്ന രീതിയിൽ ഒരു പരിശോധന നേവിയുടെ ഭാഗത്തുണ്ടാവും. എന്തായാലും നാളെ തെരച്ചിൽ തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഏതായാലും ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ഉള്ള പശ്ചാത്തലത്തിൽ ഇനി കർണാടക സർക്കാരിന് ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ലോകേഷ്, അതുപോലെ തന്നെ അർജുൻ ഉൾപ്പെടെ 3 പേരാണ് ഇനി ഇത്തരത്തിൽ കണ്ടെത്താനുള്ളത്. ഇവരെ കണ്ടെത്താനായുള്ള തിരച്ചിൽ ഉടൻ ആരംഭിക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാലും സൈന്യം ഇത്തവണ തിരച്ചിൽ ഉണ്ടാകില്ല എന്ന ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം കരയിലുള്ള തിരച്ചിൽ പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. കരയിൽ ഇത്തരത്തിൽ ലോറിയോ ഏതെങ്കിലും തരത്തിൽ വസ്തുക്കളൊന്നുമില്ല. ഇവിടെയുള്ള മണ്ണുകൾ മുഴുവൻ നീക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിലാണ് ഈ തെരച്ചിൽ നടത്തുക. നേവിയുടെ സഹായത്തോടെ ഈശ്വർ മൽപ്പ ഇതിന് മേൽനോട്ടം വഹിക്കുക. ഈശ്വർ മൽപ്പയായിരിക്കും ഈ തെരച്ചിൽ നടത്തുക. അതിന് നേവി സഹായിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടി മാത്രമേ ഇതിനെല്ലാം ഒരു സ്ഥിരീകരണം, ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ശിരൂരിലെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിലും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും A.K.M. അഷ്റഫ് ഉൾപ്പെടെ ജനപ്രതിനിധികൾ ശിരൂരിലെത്തുന്നുണ്ട്. ഈ അർജുന്റെ ബന്ധു ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാത്രിയോടുകൂടി ശിരൂരിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ലോറി ഉടമ മനാഫ് ഇപ്പോൾ ശിരൂരിൽ തന്നെ തുടങ്ങുന്നുണ്ട്. എന്നാൽ നാളെ രക്ഷാദൌത്യം പുനരാരംഭിക്കാൻ തന്നെയാണ് കർണാടക ആലോചിക്കുന്നത്. ഏത് രീതിയിലാണ് തിരച്ചിൽ നടത്തേണ്ടത്? ഈ പ്രധാനമായും ഈ അടിയൊഴുക്ക് കുറഞ്ഞെങ്കിലും ലോറി ചെളിയിൽ പൂണ്ട നിലയിലാണുള്ളത്. ആ ലോറി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അതിന് എന്തൊക്കെ സംവിധാനങ്ങൾ വേണം, ഇതൊക്കെ ആലോചിക്കാനാണ് ഇന്ന് യോഗം ചേരുന്നത്. എന്നാലും ലോറിക്ക് അകത്ത്, ക്യാബിനകത്ത് അർജുൻ ഉണ്ടാവും എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഈ ദൌത്യ സംഘവും ഒപ്പം ബന്ധുക്കളും ഒക്കെ ഉള്ളത്. ആദ്യം ഈ ലോറി പുറത്തെടുത്ത് ഇതിനകത്ത് അർജുൻ ഉണ്ടോ എന്ന കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അതിനുശേഷം ഇതിന് സമീപത്തായി തന്നെ വലിയ തോതിൽ ഈ ലക്ഷ്മണന്റെ ചായക്കടയുടെ അവശിഷ്ടങ്ങളും വലിയ 2 ആലംബരങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ദുഷ്കരമാണ് ഈ തെരച്ചിൽ പ്രവർത്തനം. എന്തായാലും ദുഷ്കരം തന്നെയാണ്. അപ്പോഴും ഇത് ഈ ലോറി എന്തായാലും പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. ലോറിക്കകത്തുണ്ടോ എന്ന ഒരു സ്ഥിരീകരണം അത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും നാളെ ഇന്ന് വൈകിട്ടോടു കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാവും. നിർണായകമായ തീരുമാനമാണ് ബംഗളൂരിൽ നിന്ന് വരേണ്ടത്. നാളെ തിരച്ചിൽ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ആര്യ, തീർച്ചയായും കെ.വി. ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകമായ തീരുമാനമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ബംഗളൂരുവിൽ നിന്ന് വരാനുള്ളത്. തീരുമാനം അനുകൂലമായാൽ അർജുനായുള്ള തെരച്ചിൽ നാളെ പുനരാരംഭിക്കും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ട്രക്കും കാറും കൂട്ടിയിടിച്ച് 5 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. ചെന്നൈ തിരുപ്പതി ദേശീയപാതയിൽ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ചെന്നൈ SRM കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. മരിച്ച 5 പേരും ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ സ്വദേശികളാണ്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ തിരുവള്ളൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ വിമർശനവുമായി രാഹുൽ ഗാന്ധി. മാധവി ബുച്ച് രാജിവെക്കാത്തത് എന്തെന്ന് രാഹുൽ ഗാന്ധി. നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്തം ആർക്കെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഉത്തരവാദി പ്രധാനമന്ത്രിയോ സെബി അധ്യക്ഷയോ അദാനിയോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വയനാട്ടിലെ മുണ്ടക്കൈ ചൂർമല പ്രദേശങ്ങളിലെ ജനത സർവവും നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. ആ സഹോദരങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഒന്നായി ഏറ്റെടുക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിനായി CMDRFലൂടെ വയനാട് വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിൽ യോഗം ചേരും. യോഗം രാവിലെ 10:30 ആരംഭിക്കും. ഡാം തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പുതിയ ഡാം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കൈക്കൊള്ളേണ്ട തുടർ നടപടികളും യോഗം ചർച്ച ചെയ്യും. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം കേരള MPമാർ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയും ഉപസമിതിയും ഡാമിന്റെ സുരക്ഷാ പരിശോധനകളും നടത്തിയിരുന്നു. വടകരയിലെ വ്യാജ കാഫിഡ് സ്ക്രീൻഷോട്ട് കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസ് ഡയറി വടകര പോലീസ് ഇൻസ്പെക്ടർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. ലീഗ് പ്രവർത്തകനായ PK ഖാസിം നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ ഉള്ളത്. കേസിൽ PK ഖാസിമിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്നാണ് വടകര പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതും പ്രചരിപ്പിച്ചതും PK ഖാസിമിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് പോലീസ് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചത്. കേസിലെ ഗൂഢാലോചന, വ്യാജ സ്ക്രീൻഷോട്ട് എന്നിവയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാണ് PK ഖാസിം നൽകിയ ഹർജിയിലെ ആവശ്യം. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. നിലവിലെ ചെയർമാൻ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 34 അംഗ കൌൺസിലിൽ UDF 13, LDF 12, BJP 8 എന്നിങ്ങനെയാണ് കക്ഷിനില. രാജിവെച്ച ചെയർമാൻ സനീഷ് ജോർജ് UDFന് പിന്തുണ നൽകുവാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ഭരണം UDFന് ലഭിക്കും. അതേസമയം UDFലെ അസംതൃപ്തരെ കൂടെ കൂട്ടി ഭരണം പിടിക്കാൻ LDFും രംഗത്തുണ്ട്. ഭക്തിയുടെ നിറവിൽ ശബരിമലയിൽ നിറപുത്തിരി പൂജകൾ നടന്നു. രാവിലെ 5:45-നും 6:30-നും മധ്യയായിരുന്നു പൂജ. വാദ്യമേളങ്ങളോടെ കിഴക്കേ മണ്ഡപത്തിലെത്തിച്ച നെൽക്കതിരുകൾ പൂജിച്ച ശേഷം തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് പ്രസാദമായി നൽകി. നിറപുത്തിരി പൂജകൾക്ക് ശേഷം ഇന്ന് രാത്രി 10 മണിക്ക് അടയ്ക്കുന്ന നട ചിങ്ങമാസ പൂജയ്ക്കായി 16-ന് വീണ്ടും തുറക്കും. വർഷമായി ഫർണിച്ചർ രംഗത്തുള്ള ശബരി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നൂതന സംരംഭമായ മൾട്ടി പ്രൊഡക്റ്റുകളുടെ ഉൽപ്പാദനം തെങ്കാശിയിൽ ആരംഭിച്ചു. 40,000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ള ഫാക്ടറി ഏപ്രിൽ 24-നാണ് തെങ്കാശിയിൽ ആരംഭിച്ചത്. ടോപ്പ് വേരിയന്റായ സോഫ സെറ്റുകൾ, ബോർഡ് ഫർണിച്ചറുകൾ, വിവിധയിനം മെത്തകൾ തുടങ്ങിയവയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു വീടിനാവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും മെത്തകളും മികച്ച ഗുണനിലവാരത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ശബരി ഫർണിച്ചർ ലക്ഷ്യമിടുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ സലീം കുമാർ പറഞ്ഞു. ഡീലർമാർക്കായി ട്രിവാൻഡ്രം ഡീലർ മീറ്റും ശബരി ഫർണിച്ചർ സംഘടിപ്പിച്ചു. ശബരി ഫർണിച്ചർ ചീഫ് കൺസൾട്ടന്റ്
മോഹനകൃഷ്ണൻ, മാർക്കറ്റിംഗ് ഡയറക്ടർ അരുൺ രാജ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശബരി സലീം എന്നിവർ പങ്കെടുത്തു. ഏകദേശം 22 കൊല്ലമായിട്ട് റീട്രേഡിംഗ് രംഗത്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ശബരി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. മൾട്ടി പ്രോഡക്റ്റ് മാനുഫാക്ചറിംഗ് ഇപ്പം ഞങ്ങൾ തെങ്കാശിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള സോഫ സെറ്റുകൾ, അതുകൂടാതെ പാർട്ടിക്കിൾ ബോർഡ് ഫർണിച്ചറുകൾ, അതിന്റെ മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്റീരിയർ ഡിസൈൻ, നാലാമത് നമ്മുടെ മാട്രസിലേക്കുള്ള ഒരു കാൽവയ്പ് എന്ന നിലയിൽ ഏകദേശം 11ഓളം പ്രോഡക്റ്റുകൾ. അത് വരുമ്പം സ്ക്വയർ മാട്രസ്, സ്പ്രിംഗ് മാട്രസ്, ബോണ്ടഡ് മാട്രസ്, പിൻകോർ ലാറ്റസ് മാട്രസ്, വുഡിന്റെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഡിസൈനുകൾ തയ്യാറാക്കി ഏകദേശം 7ഓളം ബ്രാൻഡുകളാണ് നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നത്. ശബരി ഫർണിച്ചർ കമ്പനിയെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർക്ക് വേണ്ട പ്രോഡക്റ്റുകൾ, പല റേഞ്ചുകൾ, ക്വാളിറ്റിയോട് അഷുറൻസ് കൊണ്ടുവന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതിനുവേണ്ട സർവീസ്, അത് ഭാവിയിലായാലും സർവീസ് കൊടുക്കുകയും, അതുപോലെ തന്നെ ഇതേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡീലർമാരെ ഈ മേഖലയിലോട്ട് ഡീലർമാർക്ക് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും ഒന്നിച്ച് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക, അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അക്ബർ ട്രാവൽസ് ഏജന്റുമാരുടെ സംഗമം വഴുതക്കാട് ശ്രീമൂലം ഹാളിൽ നടന്നു. അക്ബർ ട്രാവൽസ് ചെയർമാൻ KV അബ്ദുൽ നാസറും അക്ബർ ഗ്രൂപ്പ് കേരള റീജിയണൽ മാനേജർ ലാൽ PKയും ചടങ്ങിൽ പങ്കെടുത്തു. എയർ ട്രാവൽ എന്റർപ്രൈസസ് CMD EM നജീബ്, ട്രാവൽ ഏജന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KV മുരളി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മര്യനാട് വെട്ടുതുറ സ്വദേശി അത്തനാസാണ് മരിച്ചത്. അരുൺ മോഹൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, എപ്പോഴായിരുന്നു അപകടം? ആര്യ, ഇന്ന് രാവിലെയായിരുന്നു വള്ളം മറിഞ്ഞ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചത്. മര്യനാട് സ്വദേശി ആയ അത്തനാസ് എന്ന 47-കാരനാണ് മരിച്ചത്. ഇവർ രാവിലെ മര്യനാട് സ്വദേശിയായ അരുൾദാസിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്നു. 12-അംഗ സംഘമായിരുന്നു മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത്. എന്നാൽ വൻ തിരയിൽപ്പെട്ട് ഇവർ അപകടത്തിൽപ്പെടുകയായിരുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ അത്തനാസ്, അരുൾദാസ് ബാബു എന്നിവരെ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിലായ അത്തനാസ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മറ്റുള്ളവരുടെ നില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും 2 പേർക്ക് ഗുരുതര പരിക്കുകളോടെ ഇപ്പോഴും ചികിത്സയിലാണ്. ആര്യ, ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം.